അപ്പോൾ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഐപ്ലസിന്റെ PhD ഓറിയന്റേഷൻ വർക്ക്ഷോപ്പിലേക്ക് സ്വാഗതം. റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. റിവ്യൂ ഓഫ് റിലേറ്റഡ് ലിറ്ററേച്ചർ. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായവും എൻ്റെ എക്സ്പീരിയൻസിന്റെ പുറത്ത് ഞാൻ പറയുന്നത്, ലിറ്ററേച്ചർ ഇല്ലാണ്ട് നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് മൂവ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആകുന്നുണ്ടോ? നിങ്ങളുടെ റിസർച്ചിന്റെ ബാക്ക് ബോൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ റിസർച്ചിന്റെ നട്ടല്ല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ വർക്ക് എങ്ങോട്ട് പോകണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ ടോട്ടാലിറ്റി, റിസർച്ചിന്റെ ടോട്ടാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാം എന്താണ്? ലിറ്ററേച്ചർ റിവ്യൂ ആണ്. ലിറ്ററേച്ചർ റിവ്യൂ ആണ്. ക്ലിയർ ആയോ? നിങ്ങൾ ഒരു റിവ്യൂ കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ലിറ്ററേച്ചറുകൾ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ, നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? എന്തൊക്കെ കിട്ടും അതിൽ നിന്ന്? നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പ്രോബ്ലം മനസ്സിലാവും. സൗണ്ട് പ്രശ്നമുണ്ടോ? സൗണ്ട് പ്രശ്നമുണ്ടോ? സൗണ്ട് പ്രശ്നമുണ്ട്. എല്ലാവർക്കും ഇങ്ങനെയാണോ? സൗണ്ട് കുറവാണോ? ബാക്കി എല്ലാവർക്കും കുഴപ്പമില്ല? യെസ്, നോ ഇഷ്യൂ. യെസ്, ഓക്കെ. അപ്പൊ ഒരു ലിറ്ററേച്ചർ ബാക്കപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസർച്ച് പ്രോബ്ലം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. യെസ്, നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ്സ് ഫ്രെയിം ചെയ്യാൻ പറ്റും. ക്ലിയർ ആണെന്നുണ്ടോ? യെസ്, നിങ്ങൾക്ക് ഹൈപ്പോതിസിസ് മേക്ക് ചെയ്യാൻ പറ്റും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ക്വസ്റ്റിനെയർ വരെ, നിങ്ങൾക്ക് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റിനെയർ വരെ നിങ്ങൾക്ക് ലിറ്ററേച്ചറിന്റെ ബാക്കപ്പിൽ കിട്ടും. യെസ്, അപ്പൊ ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് നിൽക്കുന്ന ഒരു റിസർച്ചറെ സംബന്ധിച്ചോളം എന്താണ് പ്രശ്നം? അല്ലെ, ടോപ്പിക്കാണ് പ്രശ്നം. എല്ലാവരും ഓടുന്നത് എന്താണ്? ടോപ്പിക്കാണ്. എനിക്കൊരു ടോപ്പിക് വേണം, ഒരു പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക് വേണം, അല്ലെ? അതാണ് നമ്മുടെ ഇഷ്യൂ. മക്കളെ, ഇത് ടോപ്പിക്കോ പ്രോബ്ലമോ അല്ല നിങ്ങൾ ആദ്യം നോക്കേണ്ടത്. നിങ്ങൾ ആദ്യം നോക്കേണ്ടത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന റിസർച്ച് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ ഏതാണെന്നുള്ളതാണ് ഐഡന്റിഫൈ ചെയ്യണം. ക്ലിയർ ആകുന്നുണ്ടോ? നിങ്ങൾക്ക് നിങ്ങൾ ഫിനാൻസ് ആണോ, നിങ്ങൾ മാർക്കറ്റിംഗ് ആണോ, നിങ്ങളുടെ HRM ആണോ, നിങ്ങൾ എക്കണോമിക്സിൽ ഏതെങ്കിലും ആണോ, അല്ലെങ്കിൽ എക്കണോമെട്രിയിൽ ഏതെങ്കിലും ആണോ, അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ സയൻസിൽ വേറെ ഏതെങ്കിലും സബ്ജക്റ്റിലാണോ, അല്ലെങ്കിൽ ആ സബ്ജക്റ്റിനകത്ത് ഏത് ഏരിയ ആണ് എന്നുള്ളത് നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ആ ഏരിയയിലുള്ള പഴയ സ്റ്റഡീസിലേക്ക് നമ്മൾ പോകണ്ട. നമ്മൾ എപ്പോഴും ലിറ്ററേച്ചർ റിവ്യൂ എടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, യെസ്, ഒരു 5 വർഷത്തിന്റെ അകത്ത് വരുന്ന ലിറ്ററേച്ചറുകൾ, അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 10 വർഷത്തിന്റെ അകത്ത് വരുന്ന ലിറ്ററേച്ചറുകൾ വേണം കൂടുതൽ വായിക്കാൻ. കാരണം പുതിയ റെലവന്റ് സ്റ്റഡികൾ നമുക്ക് ഫോക്കസ് ചെയ്യണമെങ്കിൽ 5 to 10 പീരീഡ് ആണ് പറയുന്നത് കേട്ടോ. ഏറ്റവും നല്ല 5 വർഷത്തെ ലിറ്ററേച്ചർ, അതായത് 5 വർഷത്തിനകത്ത് പബ്ലിഷ് ചെയ്തിട്ടുള്ള ലിറ്ററേച്ചർ എടുത്തിട്ട് വായിക്കുക എന്നാണ് ഏറ്റവും നല്ലത്. ക്ലിയർ ആണെന്നുണ്ടോ? യെസ്. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു വലിയ എലമെന്റ് ആണോ പഠിക്കുന്നത്, ചെറിയ എലമെന്റ് ആണോ പഠിക്കുന്നത്? നമ്മൾ എപ്പോഴും ചെറിയ എലമെന്റാണ് പഠിക്കാൻ പോകുന്നത്, അല്ലെ? യെസ്, വളരെ ചെറിയ എലമെന്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്കൊരു ചെറിയ എലമെന്റിനെ പറ്റി പഠിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യമേ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഏതാണെന്ന് മനസ്സിലാക്കണം. ഉദാഹരണം പറഞ്ഞാൽ എന്റെ ഏരിയ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആണ് വിചാരിക്കാം. എന്റെ ഏരിയ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആണ്. യെസ്, മാർക്കറ്റിംഗിൽ നിങ്ങൾ എന്താണ് പഠിക്കാനുള്ളത്? ഒരുപാട് കൺസെപ്റ്റുകൾ ഉണ്ട് മാർക്കറ്റിംഗ്. ഞങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് കസ്റ്റമറിന്റെ ലോയൽറ്റിയെ പറ്റിയാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. യെസ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ നാരോ ഡൗൺ ചെയ്ത് ചെറിയ ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതാണ് നമ്മുടെ കീവേഡ് എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ കീവേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? കീവേഡ്. ഈ കീവേഡ് ആണ് ഏത്? കസ്റ്റമർ ലോയൽറ്റി എന്ന് പറയുന്നത്. യെസ്, അപ്പൊ നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്നത് എന്താണ്? കസ്റ്റമർ ലോയൽറ്റിയെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഇതാണ് നിങ്ങളുടെ കീവേഡ്. ഈ കീവേഡ് കൊണ്ടുവന്നിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഏതാണ്? ഗൂഗിൾ സ്കോളർ ആണ്. ബാക്കി സ്കോപ്പസ് ഇൻഡെക്സിൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ 10 ലക്ഷം 18 ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ട് എടുക്കുന്ന ഡാറ്റാബേസുകളാണ്. അതൊക്കെ നിങ്ങൾ യൂണിവേഴ്സിറ്റികളൊക്കെ എൻട്രി ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആക്സസ് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം ഇപ്പം നിലവിലുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് ഗൂഗിൾ സ്കോളറിലോ എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൊണ്ട് പേസ്റ്റ് ചെയ്യാം, എന്നിട്ട് സെർച്ച് ചെയ്യാം. അപ്പൊ നിങ്ങൾ അവിടെ നിന്ന് എന്ത് കിട്ടും? യെസ്, കസ്റ്റമർ ലോയൽറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ ഡാറ്റ കിട്ടും. കുറെ ആർട്ടിക്കിൾ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. ക്ലിയർ ആയോ? യെസ്, ഈ ആർട്ടിക്കിൾ വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഗ്യാപ്പ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ആർട്ടിക്കിളിന്റെ, ഒരു വർക്കിന്റെ ഗ്യാപ്പ് എന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഗ്യാപ്പാണ് ആക്ച്വലി എന്തായി മാറുന്നത്? നിങ്ങളുടെ റിസർച്ച് പ്രോബ്ലമായി മാറുന്നത്. ഒരിക്കലും നിങ്ങൾ
എന്റെ ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് ഞാൻ പറയാണ്, നിങ്ങൾ ഒരു പ്രോബ്ലത്തിനെ ബേസ് ചെയ്തിട്ട് ലിറ്ററേച്ചറിലേക്ക് കണക്ട് ചെയ്യരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോബ്ലമായിട്ട് ബന്ധപ്പെടുന്ന ലിറ്ററേച്ചറുകളുടെ കിട്ടുന്ന എണ്ണം, സ്റ്റാൻഡേർഡ് ലിറ്ററേച്ചർ കിട്ടുന്ന എണ്ണം വളരെ വളരെ കുറവായിരിക്കും. എപ്പോഴും ലിറ്ററേച്ചറിന്റെ ബാക്കപ്പിൽ നിന്ന് പ്രോബ്ലത്തിലേക്ക് വരാവുള്ളൂ. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ മക്കളെ? പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? എപ്പോഴും ലിറ്ററേച്ചറിന്റെ ബാക്കപ്പിൽ നിന്ന് മാത്രമേ പ്രോബ്ലത്തിലേക്ക് വരാവുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് പല വിഷയങ്ങളും പല കാര്യങ്ങളും ഞാൻ പറയുന്നത് കൺവേ ആകുന്നുണ്ടോ? ഓക്കെ ആണോ? ഞാൻ പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ആകുന്നുണ്ടോ? യെസ്, ഓക്കെ. നിങ്ങൾ രാവിലെ നിങ്ങൾ പത്രം വായിക്കുമ്പോൾ, നിങ്ങൾ മറ്റ് വിഷയങ്ങളുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ, പല ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ നമ്പർ ഓഫ് പ്രോബ്ലംസ് നിങ്ങൾക്ക് വരും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ EV വെഹിക്കിള് പെട്ടെന്ന് നമുക്ക് ചാടിയെടുക്കാൻ പറ്റും. EV വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. EV വെഹിക്കിളിനെ പറ്റി എല്ലാവരും നിങ്ങൾ പഠിക്കുന്നത്. നിങ്ങൾ പഠിക്കുന്ന വിഷയം എന്താണ്? കസ്റ്റമർ ലോയൽറ്റി എന്ന് പറയുന്നതായിരിക്കും നിങ്ങളുടെ റിസർച്ചിന്റെ കോർ ഏരിയ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന, നമ്മൾ വേരിയബിൾ എന്ന ടെക്നിക്കലി പറയും, അതവിടെ നിൽക്കട്ടെ, അതിലേക്ക് നമുക്ക് വരാം. യെസ്, അപ്പൊ ഈ കോൺസെപ്റ്റ് കസ്റ്റമർ ലോയൽറ്റിയെ പറ്റിയാണ് നിങ്ങൾ പഠിക്കുന്നത്. ഈ കസ്റ്റമർ ലോയൽറ്റി നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നതാണ് എവിടെ? EV വെഹിക്കിൾ എന്ന് പറയുന്ന ഒരു പോപ്പുലേഷനിലാണ് നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നത്. അത്ര മാത്രമേ ഉള്ളൂ. അല്ല, നിങ്ങൾ EV വെഹിക്കിളിനെ പറ്റി അല്ല പഠിക്കുന്നത്. നിങ്ങൾ പഠിക്കുന്ന കസ്റ്റമർ ലോയൽറ്റിയാണ്. കസ്റ്റമർ ലോയൽറ്റി നമ്മൾ എവിടെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്? EV വെഹിക്കിൾ അഡോപ്റ്റ് ചെയ്യുക. അങ്ങനെയാണ് ചെയ്യുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പൊ കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മൾ വരുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു ലിങ്ക് കിട്ടും കേട്ടോ. എല്ലാം കൂടെ ഒറ്റയടിക്ക് കയറത്തില്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളായിട്ടൊരു പ്രോബ്ലമായിട്ട് ചെല്ലണ്ട. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ? അതുകൊണ്ടാണ് റിസർച്ചിൽ കൃത്യമായിട്ട് പറയുന്നത്, നമുക്ക് റിസർച്ചിൽ പുതിയതായിട്ടൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, പുതിയതായിട്ട് നിർമ്മിക്കാൻ പറ്റില്ല. ഒരു പുതിയ കാര്യം നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അതാണ് റിസർച്ചിന്റെ ബേസിക് റൂൾ എന്ന് പറയുന്നത്. നിലവിലുള്ളതിനെ ആഡ് ചെയ്ത് പോകാനേ പറ്റുള്ളൂ. ജർമ്മനിയിലുള്ള ഒരു വ്യക്തി കസ്റ്റമർ ലോയൽറ്റിനെ പറ്റി പഠിച്ചു കേട്ടോ. കസ്റ്റമർ ലോയൽറ്റിയുടെ ഒരു 10 ആസ്പെക്ട് ഉണ്ട്. അതിൽ ഒരു ആസ്പെക്റ്റിനെ പറ്റി അദ്ദേഹം പഠിച്ചു. വീണ്ടും 9 ആസ്പെക്ട് ഉണ്ട്. അദ്ദേഹത്തിന്റെ ഈ റിസർച്ച് പബ്ലിഷ് ചെയ്ത ആർട്ടിക്കിളിന്റെ ലാസ്റ്റ് ഭാഗത്ത് ഡിസ്കഷൻ എന്ന് പറയുന്ന വെണ്ടക്കാക്ഷരത്തിൽ ഒരു ഹെഡിങ്ങിൽ അദ്ദേഹം പറഞ്ഞു വെക്കും, ഞാൻ ഇന്നതൊക്കെ പഠിച്ചിട്ടുണ്ട്, ഇനി ഇതിന്റെ അകത്ത് ഇന്ന വിഷയം കൂടെ പഠിക്കാനുണ്ട്, ഇന്ന വിഷയം കൂടെ പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നതിന്റെ ഭാഗമാണ് എന്ത്? റിസർച്ച് ഗ്യാപ്പ് എന്ന് പറയുന്നത്. യെസ്, ഈ റിസർച്ച് ഗ്യാപ്പാണ് എന്താണ്? ദ സ്കോപ്പ് ഫോർ ദ ഫർദർ റിസർച്ച് എന്ന് പറയുന്നത്. ആരുടെ? നമ്മുടെ. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ സ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ റിസർച്ച് പ്രോബ്ലം എനിക്ക് എവിടുന്നാ കിട്ടിയത്? ബേസ്ഡ് ഓൺ ദ ലിറ്ററേച്ചർ സപ്പോർട്ട്. ലിറ്ററേച്ചറിന്റെ സപ്പോർട്ടിൽ നിന്നാണ് കിട്ടിയത്. അപ്പൊ ഒരു പ്രശ്നം എവിടെയാണെന്നറിയോ? ഓക്കെ, 2010 എന്ത് ചെയ്യുന്നത്? ഞാൻ ഈ ലിറ്ററേച്ചർ ഐഡന്റിഫൈ ചെയ്യുന്നത്. 2010 ലിറ്ററേച്ചർ ആണ് ഞാൻ ഐഡന്റിഫൈ ചെയ്തത്. അപ്പൊ 2010 ലിറ്ററേച്ചറിൽ ഒരു ഗ്യാപ്പ് കിട്ടി. യെസ്, എന്നിട്ട് ആ ഗ്യാപ്പ് ഞാനൊരു പ്രോബ്ലമായി കൊണ്ടുവന്ന് റിസർച്ച് ചെയ്യാൻ എനിക്ക് പറ്റുമോ ഇല്ലയോ? 2010 ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ എനിക്കൊരു ഗ്യാപ്പ് കിട്ടി. ആ പ്രോബ്ലമായിട്ട് എനിക്ക് റിസർച്ച് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? അല്ലെങ്കിൽ അത് നല്ലൊരു സ്ട്രാറ്റജിക്കൽ വേ ആണോ? അല്ലെ അങ്ങനെ പോകുന്നത് നല്ലതാണോ? ട്രൂ ഓർ ഫോൾസ് എന്ന് പറഞ്ഞാൽ മതി. നിങ്ങളൊന്ന് എൻഗേജ് ചെയ്യാൻ വേണ്ടി മാത്രം ചോദിച്ചെന്നുള്ളൂ. നല്ലൊരു വേ ആണോ? ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാണോ? അല്ല, ഒരിക്കലും അല്ല. എന്താണെന്നറിയോ? 2010 കസ്റ്റമർ ലോയൽറ്റിയിൽ നിൽക്കുന്ന സാഹചര്യമല്ല 2025. മനസ്സിലാവുന്നുണ്ടോ? 2010 കസ്റ്റമർ ലോയൽറ്റിയെ പറ്റി പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ടാവും. 2015 നമുക്കൊരു 5 വർഷം റിസർച്ചിന്റെ പീരീഡ് എടുക്കാം. 2015 കുറെ പഠനങ്ങൾ നടത്തി കാണും. 2020 കുറെ പഠനങ്ങൾ നടത്തി കാണും. 2025 അതിന് ഒരുപാട് അഡ്വാൻസ് ലെവലിലുള്ള പഠനങ്ങൾ ഇന്ത്യയിലല്ല, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും എന്ത് ചെയ്തിട്ടുണ്ടാവും? നടത്തിയിട്ടുണ്ടാവും. അത് പല ആർട്ടിക്കിളും പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ 2010 ഗ്യാപ്പുകളൊക്കെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവും? ഫില്ല് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഏത് ഗ്യാപ്പ് എടുക്കണ്ടേ? 2025 ഗ്യാപ്പ് എടുക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ക്ലിയർ ആകുന്നുണ്ടോ? 2025 ഗ്യാപ്പ്, അതായത് റീസെന്റ് സ്റ്റഡീസിന്റെ ഗ്യാപ്പോ നിങ്ങൾ എടുക്കാവുള്ളൂ. കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് പ്രശ്നമില്ല. നിങ്ങൾ ലിറ്ററേച്ചർ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം, ഞാനിപ്പോ കസ്റ്റമർ ലോയൽറ്റിയെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നതെങ്കിൽ എന്റെ കണ്ടെത്തലുകൾ അല്ലെങ്കിൽ എന്റെ പഠനം എന്ന് പറയുന്നത് കസ്റ്റമർ ലോയൽറ്റി ആണെങ്കിൽ ഈ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 90s വിചാരിച്ചു. 1990 ഈ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 90 തൊട്ട് 2025 വരെയുള്ള എല്ലാ പഠനങ്ങളും എന്റെ റിവ്യൂവിന്റെ ഭാഗമാക്കണം. എങ്കിൽ മാത്രമേ എവിടെ നിന്ന കോൺസെപ്റ്റ് എവിടം വരെ എത്തിയെന്നും ഇനി എങ്ങോട്ടൊക്കെ പോകാനുണ്ട് എന്നും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ക്ലിയർ
ക്ലിയർ ആയോ? അതുകൊണ്ട് നിങ്ങൾ ഏത് തിസീസ് എടുത്ത് നോക്കിയാലും നിങ്ങൾ നല്ല പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിന് കേട്ടോ, യെസ്, നല്ല നല്ല യൂണിവേഴ്സിറ്റിയുടെ തിസീസുകൾ, ആർട്ടിക്കിളുകളല്ല തിസീസുകൾ, PhD തിസീസ് എടുത്തു കഴിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവരവരുടെ റെഫറൻസ് കോട്ട് ചെയ്തേക്കുന്നത് ഇങ്ങനെ ആയിരിക്കും. 1990, 92, 93, അല്ലെങ്കിൽ 95, 96, അങ്ങനെ അങ്ങനെ പറഞ്ഞ് 2025 വരെയുള്ള അവരവിടെ പറഞ്ഞു വെക്കും. എങ്ങനെയാ അത്? എന്തുകൊണ്ടാണെന്നറിയോ? അതായത് ഈ എവിടം തൊട്ട് എവിടം വരെ ഉള്ള പഠനങ്ങൾ ഞാൻ എന്റെ പഠനത്തിന്റെ വിഷയമാക്കിയിട്ടുണ്ട്. ഏതൊക്കെ ലിറ്ററേച്ചറുകൾ എങ്ങനെയാണ് ഞാൻ എടുത്തത്? ഇത് നമ്മൾ ഇൻക്ലൂഷൻ ക്രൈറ്റീരിയ എന്ന് പറയും. ഇൻക്ലൂഷൻ ക്രൈറ്റീരിയ ഒന്നെങ്കിൽ നമുക്ക് കോൺസെപ്റ്റ് ബേസിൽ പോകാൻ പറ്റും. അത് വേരിയബിൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ ഇയർ ബേസിലുള്ള ഇൻക്ലൂഷൻ ക്രൈറ്റീരിയ ആണ് പറയുന്നത്. എപ്പോ തൊട്ട് എപ്പോ വരെയാണോ ഈ സ്റ്റഡീസ് വന്നിട്ടുള്ളത്? 90-ൽ ഈ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ ഈ വിഷയത്തെ പറ്റി 1990 കാലഘട്ടങ്ങൾ തൊട്ട് പഠിച്ചു. അങ്ങനെ പഠനം നടന്ന് എവിടം വരെ വന്നു? 2025 വന്നു. അപ്പൊ 2025 സ്റ്റഡി എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ചെയ്യേണ്ട ഗ്യാപ്പ് കിട്ടും. ശരിയല്ലടാ? അല്ലെ? ഇപ്പൊ ഈ വർക്കില് ഈ കോൺസെപ്റ്റില് എന്ത് പഠിക്കണമെന്ന് 2025 വർക്ക് എടുത്ത് പഠിച്ചാൽ കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ലിറ്ററേച്ചർ റിവ്യൂവിന്റെ എടുക്കുന്നതിന്റെ ഒരു ക്രോണോളജിക്കൽ വേ എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങളൊരു ലിറ്ററേച്ചർ എടുക്കുന്നു, അത് അവിടെ നിന്ന് മാറ്റുന്നു, പിന്നെ ഇവിടെ നിന്ന് എടുക്കുന്നു, അങ്ങനെയല്ല റീഡിങ് പോകേണ്ടത്. റീഡിങ് അങ്ങനെയല്ല പോകേണ്ടത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഗൂഗിൾ സ്കോളർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതും കൂടെ പറഞ്ഞിട്ട് ഇതിലേക്ക് വരാം. നിങ്ങൾക്ക് ബോറാവുന്നില്ലല്ലോ അല്ലെ? ബോറാവുന്നുണ്ടോ ക്ലാസ്? ഇല്ലല്ലോ? യെസ്, ഓക്കെ അല്ലേ? യെസ്. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം എല്ലാ ഡേറ്റാബേസും ആക്സസ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഗൂഗിൾ സ്കോളർ എടുത്തിട്ട് കുറച്ചും കൂടെ എന്താണ് പറയാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. യെസ്, എടാ നോക്കി, ഡെസ്റ്റിനേഷൻ ലോയൽറ്റി. ഗൂഗിൾ സ്കോളർ എടുക്കാൻ അറിയാലോ. ഗൂഗിളിൽ കയറി വെറുതെ ഗൂഗിൾ സ്കോളർ അടിച്ചു കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. യെസ്, നമ്മുടെ കോൺസെപ്റ്റ് നമ്മൾ പ്ലേസ് ചെയ്യാണ് ഡെസ്റ്റിനേഷൻ ലോയൽറ്റി എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, ജസ്റ്റ് നമ്മൾ പറയുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. യെസ്, ഡെസ്റ്റിനേഷൻ ലോയൽറ്റി. യെസ്, നമ്മുടെ പ്രൊഫൈലാണ് കിടക്കുന്നത്. ഞാൻ ഒന്നുകൂടെ കയറാം കേട്ടോ. വെറുതെ ഗൂഗിൾ സ്കോളർ ഒന്ന് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, യെസ്, ഡെസ്റ്റിനേഷൻ ലോയൽറ്റി എന്ന് പറഞ്ഞു കൊടുക്കുന്നു. എടാ ഇത് കണ്ടോ, ഇത് കണ്ടോ, എനി ടൈം കണ്ടോ? ഇത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. കണ്ടോ? ഏത് റേഞ്ച്, ഏത് വർഷത്തോട്ട് ഏത് വർഷത്തെ വരെയുള്ള ആർട്ടുകളും കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ സിൻസ് 2025 കൊടുത്തു കഴിഞ്ഞാൽ ഈ വർക്കിലെ 2025 സ്റ്റഡീസ് ഏതൊക്കെയാന്ന് കിട്ടും. ക്ലിയർ ആയോ? 2024 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വർക്കിന്റെ 2024 സ്റ്റഡീസ് ഏതൊക്കെയാന്ന് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? പറയുന്നത് എന്താന്ന് മനസ്സിലാവുന്നുണ്ടോ? അതായത് നമുക്ക് ഇതുണ്ട്, ഈ കസ്റ്റംസ് റേഞ്ചിൽ കാണാമല്ലോ അല്ലെ? ഈ കസ്റ്റംസ് റേഞ്ചിൽ കൊടുത്തിട്ട് നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏത് പീരീഡിലെ അതായത് ഈ വർക്ക് ഇറങ്ങിയിട്ടുള്ള പീരീഡുകളിലെ വർക്കുകൾ നമുക്ക് കിട്ടും. ഇപ്പൊ ക്രോണോളജിക്കലായിട്ട് വർക്ക് എടുക്കാൻ പറ്റുമല്ലോ? എടുക്കാൻ പറ്റുമല്ലേ? പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ മക്കളെ? പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരു ആർട്ടിക്കിൾ എടുക്കണമെങ്കിൽ അതിന്റെ ബേസ് സ്റ്റഡി തൊട്ട് അതിന്റെ നിലവിലുള്ള സ്റ്റഡി വരെ, കറണ്ട് സ്റ്റഡി വരെ അറിയണമെങ്കിൽ ഇവിടെ നമുക്ക് അതിന്റെ പീരീഡ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. എവിടെ? ഗൂഗിൾ സ്കോളർ. ക്ലിയർ ആണെന്നുണ്ടോ? യെസ്, അതാണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ് കാര്യം എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ആർട്ടിക്കിൾ ആ രീതിയിൽ കാണാൻ സാധിക്കും. ഓക്കെ, യെസ്. ഇനി ഗൂഗിൾ സ്കോളറിന് കുറെ അധികം കൂടെ എന്താണ് പ്രത്യേകതകളുണ്ട് ഗൂഗിൾ സ്കോളറുമായിട്ട് ബന്ധപ്പെട്ട് കേട്ടോ. ഉദാഹരണം പറഞ്ഞാല്, ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഒരു ആർട്ടിക്കിൾ വായിക്കുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും അതിന്റെ റെഫറൻസും കൂടെ ആഡ് ചെയ്ത് പോകേണ്ടതായിട്ട് വരും. ഓക്കെ, അതായത് ഇപ്പൊ നിങ്ങളിപ്പോ തിസീസ് എഴുതുന്ന സമയത്തായിക്കോട്ടെ, ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യുന്ന സമയത്തായിക്കോട്ടെ, എപ്പോഴും ഓക്കെ, ഈവൻ ദോ നിങ്ങളുടെ ഒരു PhD നിങ്ങൾ ജോയിൻ ചെയ്തു, ഓക്കെ, നിങ്ങളുടെ കോഴ്സ് വർക്ക് കഴിയും, അതിനുശേഷം നിങ്ങളുടെ ഫസ്റ്റ് പ്രസന്റേഷൻ വരും. ഈ ഫസ്റ്റ് പ്രസന്റേഷൻ്റെ അകത്ത് ആദ്യത്തെ പ്രസന്റേഷൻ എപ്പോഴും എന്തായിരിക്കും? ലിറ്ററേച്ചർ റിവ്യൂവിനെ ബേസ് ചെയ്തിട്ടുള്ള മാത്രം പ്രസന്റേഷൻസ് വരും. അപ്പൊ സ്വാഭാവികമായിട്ടും ലിറ്ററേച്ചർ റിവ്യൂ എവിടെ കോട്ട് ചെയ്താലും അവിടെ നിങ്ങൾക്ക് റെഫറൻസ് പറയണം. നമ്മളെ സംബന്ധിച്ചോളം APA ഫോർമാറ്റ്, MLA ഫോർമാറ്റ്, ചിക്കാഗോ ഫോർമാറ്റ്, അങ്ങനെ പലതരത്തിലുള്ള ഫോർമാറ്റ് ഉണ്ട്. ഇവിടെ നോക്കടാ, ഈ 2 ആരോ താട്ട് കണ്ടോ? അവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ സൈറ്റേഷൻ, MLA, APA ഏത് ഫോർമാറ്റ് ആണോ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഫോളോ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ വേർഡ് ഫയലിലോട്ട് പേസ്റ്റ് ചെയ്യാം. ക്ലിയർ ആണെന്നുണ്ടോ? നിങ്ങൾ ഗ്രാമർലിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിലോ ഒന്നും പോയി നിങ്ങൾക്ക് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഗൂഗിൾ സ്കോളറിൽ അതിനുള്ള സാഹചര്യമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? എങ്ങനെയാണെന്ന് പറഞ്ഞത്? റെഫറൻസുകൾ, നിങ്ങൾ വായിക്കുന്ന ആർട്ടിക്കിളിന്റെ റെഫറൻസുകൾ നിങ്ങൾക്ക് അപ്പം കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കും. ക്ലിയർ? ഓക്കെ ആണല്ലോ പറഞ്ഞത്? മനസ്സിലായല്ലോ? യെസ്. അപ്പൊ അതൊക്കെ ഗൂഗിൾ സ്കോളറിന്റെ ഏറ്റവും വലിയ സംഭാവനയാണ്. അപ്പൊ നമുക്കിവിടെ ഇപ്പൊ നിങ്ങളൊരു ഒരു 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 എന്താണ് ഒരു ആർട്ടിക്കിൾ കാണുവാണ്. ഈ ആർട്ടിക്കിൾ എടുത്ത് വായിക്കണോ വേണ്ടയോ എന്ന് മനസ്സിലാക്കുന്ന എവിടെ നിന്നാടാ?
ഈ സൈറ്റ് ഉണ്ടോ, ഈ സൈറ്റേഷൻ അനുസരിച്ച് നമുക്ക് വായിക്കാൻ പറ്റും. ക്ലിയർ? അപ്പൊ സൈറ്റേഷൻ കൂടുന്നതനുസരിച്ച് വർക്കിന്റെ ക്വാളിറ്റി കൂടും. ഓക്കെ, ഇനി ഇതിപ്പോ നിങ്ങൾ സസ്റ്റൈനബിൾ ടൂറിസം കൺസെപ്റ്റ്, ടൂറിസം സാറ്റിസ്ഫാക്ഷൻ ഡെസ്റ്റിനേഷൻ ലോയൽറ്റി, ഇത് നിങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വർക്കാന്ന് കണ്ടു, ഒരു കുഴപ്പമില്ലാത്ത വർക്കാന്ന് കണ്ടു. യെസ്. അപ്പൊ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെടുന്ന റിലേറ്റഡ് ആർട്ടിക്കിൾ ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഈ സസ്റ്റൈനബിൾ ടൂറിസം കൺസെപ്റ്റ് വായിച്ചാൽ മതി. വേറെ എന്തെങ്കിലും വായിക്കണോ? കസ്റ്റമർ ലോയൽറ്റി ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ ലോയൽറ്റി ആയിട്ട് ബന്ധപ്പെട്ട നമ്പർ ഓഫ് വർക്ക് ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് പഠിക്കേണ്ട വിഷയം ഏതാണ്? സസ്റ്റൈനബിൾ ടൂറിസം ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇനി ഏത് വർക്ക് വായിച്ചാൽ മതി? സസ്റ്റൈനബിൾ ടൂറിസമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള വർക്കുകൾ മാത്രം വായിച്ചാൽ മതി. കാരണം മറ്റു വർക്കുകളിലേക്ക് നിങ്ങൾ പോകണ്ട. നിങ്ങൾ ഒതുങ്ങാൻ ഉദ്ദേശിക്കുന്ന എവിടെയാണ്? സസ്റ്റൈനബിൾ ടൂറിസം ആണ്. അപ്പൊ നിങ്ങൾക്ക് എങ്ങോട്ട് പോകാം? റിലേറ്റഡ് ആർട്ടിക്കിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യെസ് എന്താണ് അതുമായിട്ട് ബന്ധപ്പെടുന്ന അതുണ്ടോ റിലേറ്റഡ് ആർട്ടിക്കിൾ മൊത്തം വരും. ക്ലിയർ ആയോ? മനസ്സിലാണ്ടോ? ഇതിപ്പോ എല്ലാം സസ്റ്റൈനബിലിറ്റി ആയിട്ട് കണ്ടോ, സസ്റ്റൈനബിൾ ടൂറിസം, സസ്റ്റൈനബിൾ റിലേഷൻഷിപ്പ് കണ്ടോ, ഇമ്പാക്ട് ഓൺ ദി സസ്റ്റൈനബിൾ ടൂറിസം ഡെവലപ്മെന്റ്, എല്ലാ വർക്കും സസ്റ്റൈനബിൾ ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടാ കൃത്യമായിട്ട് നിങ്ങൾ നിൽക്കണം. അതായത് നിങ്ങൾ ഈ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒരു കൃത്യമായ ധാരണ വേണം. അതായത് നിങ്ങൾ വായിക്കുന്നത് സസ്റ്റൈനബിൾ ടൂറിസം എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലാണെങ്കിൽ കൃത്യമായിട്ട് സസ്റ്റൈനബിൾ ടൂറിസത്തിൽ തന്നെ നിൽക്കാവുള്ളൂ. മനസ്സിലാണ്ടോ? നിങ്ങളൊരു 100 ലിറ്ററേച്ചർ കൃത്യമായി വായിക്കുന്നുണ്ടെങ്കിലും ആ 100 ലിറ്ററേച്ചറും എന്തിനെ ബേസ് ചെയ്തേക്കണം? സസ്റ്റൈനബിൾ ടൂറിസം തന്നെ ആയിരിക്കണം. അല്ലാതെ ഒരെണ്ണം വായിച്ചത് സസ്റ്റൈനബിൾ ടൂറിസം ആണ്, വേറെണ്ണം വായിച്ചത് അഡ്വൈസർ ടൂറിസം ആണ്, വേറെണ്ണം വായിച്ചത് ഫാം ടൂറിസം ആണ്. എല്ലാത്തിനകത്തും എന്തുണ്ട്? ഡെസ്റ്റിനേഷൻ ലോയൽറ്റി ഉണ്ട്. അതിൽ കാര്യമില്ല. നിങ്ങൾ ഏതിലാണ് പഠിക്കുന്നത്? സസ്റ്റൈനബിൾ ടൂറിസത്തിന്റെ ഡെസ്റ്റിനേഷൻ ലോയൽറ്റി ആണെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന റിലേറ്റഡ് ആർട്ടിക്കിൾ തന്നെ വായിച്ചു പോകാൻ ശ്രമിക്കണം. അങ്ങനെ വേണമെങ്കിൽ, അങ്ങനെ വായിക്കണമെങ്കിൽ എന്ത് വേണം? ആദ്യം ലിറ്ററേച്ചർ ഉള്ള ഒരു വർക്ക് വായിച്ചാലല്ലേ ഇത്രയധികം ലിറ്ററേച്ചർ കിട്ടുള്ളൂ. ശരിയല്ലേ? ഓൾറെഡി വർക്കുകളുള്ള നല്ല ലിറ്ററേച്ചറുകളുള്ള വർക്കുകൾ എടുത്ത് വായിച്ചാലല്ലേ കിട്ടുള്ളൂ. അപ്പൊ ലിറ്ററേച്ചറിനെ ബേസ് ചെയ്തിട്ട് പ്രോബ്ലം പോകുന്നല്ലേ നല്ലത്. മനസ്സിലാണ്ടോ? പ്രോബ്ലത്തിനെ ബേസ് ചെയ്തിട്ട് ലിറ്ററേച്ചർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നടക്കുവോ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്ര ലിറ്ററേച്ചർ, ക്വാളിറ്റി ലിറ്ററേച്ചർ കിട്ടണമെന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ലിറ്ററേച്ചർ വായിക്കുന്ന സമയത്ത് അതിന്റെ റിലേറ്റഡ് ലിറ്ററേച്ചർ ആണ് നിങ്ങളുടെ പാത്ത് എന്ന് പറയുന്നത്. അതിന്റെ അപ്പുറത്തോട്ടും പോകാൻ പാടില്ല, ഇപ്പുറത്തോട്ടും പോകാൻ പാടില്ല. മനസ്സിലാണ്ടോ? യെസ്. ഇനി നമ്മൾ ലിറ്ററേച്ചറിന്റെ അകത്ത് ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് വി ഐഡന്റിഫൈ ദ പേരന്റ് ആർട്ടിക്കിൾ. പേരന്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന വർക്കിന്റെ ഏകദേശ സ്കെൽട്ടൺ ഫോം കൃത്യമായി നിങ്ങൾ നമ്മൾ കോപ്പി ചെയ്യാന്നുള്ളതല്ല കേട്ടോ. നിങ്ങൾ ഏത് വർക്കിനെയാണോ നിങ്ങൾ അനുകരിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഏത് വർക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു വർക്കാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, അതാണ് പേരന്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. മനസ്സിലാണ്ടോ? ഈ പേരന്റ് ആർട്ടിക്കിൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഡിഫിക്കൽട്ട് ഫോം എന്ന് പറയുന്നത്. ഇവിടെയാണ് എന്താണ് നമുക്കൊരു സബ്ജക്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു സൂപ്പർവൈസറുടെ സാന്നിധ്യം വേണ്ടത്. കാരണം നിങ്ങൾ ഒരു JRF ആയിട്ട് ഒരു PG യുടെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ടൊന്നും പേരന്റ് ആർട്ടിക്കിൾ ഒന്നും തിരഞ്ഞെടുക്കാൻ പറ്റില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എന്റെ MPhil ക്ലാസ്സിൽ ഞാൻ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് സാർ എന്നോട് പറഞ്ഞത് ആകെ ഒരു 5-6 ആർട്ടിക്കിൾ തന്നിട്ട് വിഷ്ണു ഇന്ന് ഈ ആർട്ടിക്കിൾ ഒന്ന് വായിച്ചിട്ട് വരാനാണ് പറഞ്ഞത്. മനസ്സിലാണ്ടോ? അന്ന് ഞാൻ അന്ന് തൊട്ട് എന്താണ് മറ്റേ PhD യുടെ കാര്യങ്ങളായിക്കോട്ടെ, മറ്റ് ഏത് വിഷയം ആയിക്കോട്ടെ, നമ്മൾ അതേ ഗ്രൂമിലാണ് സാറ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. മനസ്സിലാണ്ടോ? സ്ട്രക്ചേർഡ് ഫോം എന്ന് പറയുന്നത് പേരന്റ് ആർട്ടിക്കിൾ. പേരന്റ് ആർട്ടിക്കിൾ ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലിറ്ററേച്ചറിന്റെ എല്ലാ പണികളും തീർന്നു. അപ്പൊ പേരന്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക് നിങ്ങൾ ഇതാണ് എക്സാക്ട്ലി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഈ വർക്കിന്റെ ഒരു വേറെ ഡിവിഷനാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് സ്ഥിരീകരിക്കാൻ പറ്റുന്ന ഒരു വർക്കാണ് പേരന്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് എഴുതി വെച്ചോണം, പേരന്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാല് സ്കോപ്പസ് ഇൻഡെക്സർ ആയിട്ടുള്ള ആർട്ടിക്കിൾ ആകാനേ പാടുള്ളൂ. അത് ഓർത്ത് വെച്ചോണം. സ്കോപ്പസ് ഇൻഡെക്സ്ഡ് ആർട്ടിക്കിൾ ആണെങ്കിൽ മാത്രമേ പേരന്റ് ആർട്ടിക്കിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾക്ക് കൂത്താട്ടകുളം അല്ലെങ്കിൽ എന്താണ് അവിടുന്ന് ഇവിടുന്ന് പെയ്ഡ് ജേണലിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആർട്ടിക്കിൾ കിട്ടും. അതിനെ ഒന്നും പിടിച്ച് പേരന്റ് ആർട്ടിക്കിൾ ആക്കാൻ പാടില്ല. ഏത് ആർട്ടിക്കിൾ ആക്കാൻ പാടുള്ളൂ? സ്കോപ്പസ് ഇൻഡെക്സ്ഡ് ആയിട്ടുള്ള ജേണലിൽ നിന്നുള്ള ആർട്ടിക്കിൾ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പേരന്റ് ആർട്ടിക്കിൾ ആക്കാൻ പാടുള്ളൂ. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ? യെസ്. അതായത് ഞാൻ ജസ്റ്റ് എന്തൊക്കെയാണെന്നുള്ളതൊന്നും ചെറിയ സമയത്തിന്റെ ഒരു പരിമിതി മൂലം പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം കേട്ടോ. നമുക്ക് സ്കോപ്പസ് കേട്ടോ, സ്കോപ്പസ്
ഡാറ്റാബേസുകളുണ്ട്. സ്കോപ്പസ് ഡാറ്റാബേസ്. ഓക്കെ, യെസ്. വെബ് ഓഫ് സയൻസ് ഡാറ്റാബേസ് ഉണ്ട്. വെബ് ഓഫ് സയൻസ് ഡാറ്റാബേസ്, വെബ് ഓഫ് സയൻസ് ഡാറ്റാബേസ്, സ്കോപ്പസ്ഡ് ഡാറ്റാബേസ്. അതായത് നമ്മളൊരു ജേണലൊക്കെ പബ്ലിഷ് ചെയ്യുന്ന ഡാറ്റാബേസുകളാണ് സ്കോപ്പസ് അല്ലെങ്കിൽ വെബ് ഓഫ് സയൻസ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഇതിൽ വരുന്ന എല്ലാ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്താണ്, ഇന്റർനാഷണൽ നിലവാരത്തിലുള്ള ആർട്ടിക്കിൾ ആയിരിക്കും. ഓക്കെ, ഹൈ ക്വാളിറ്റി പ്രിഫർ ചെയ്യുന്ന ആർട്ടിക്കിൾ ആയിരിക്കും സ്കോപ്പസ് ഡാറ്റാബേസിലും വെബ് ഓഫ് സയൻസ് ഡാറ്റാബേസിലും വരുന്നത് കേട്ടോ. അതായത് UGC കെയർ ലിസ്റ്റിൽ വരുന്ന ആർട്ടിക്കിൾ ആണ് എന്ത് ചെയ്യുന്നത്, UGC കെയർ ലിസ്റ്റിൽ വരുന്ന ആർട്ടിക്കിൾ ആണ് സാധാരണഗതിയിൽ എന്ത് ചെയ്യുന്നത്, നമ്മളെല്ലാവരും പബ്ലിഷ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അതൊരു പാടേ അല്ല. പക്ഷെ സ്കോപ്പക്സിലോ വെബ് ഓഫ് സയൻസിലോ ഒരു ആർട്ടിക്കിൾ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, അത് നിങ്ങൾക്കൊരു 10-50 JRF കിട്ടുന്നതിന് തുല്യമാണ് സ്കോപ്പസിലോ വെബ് ഓഫ് സയൻസിലോ നിങ്ങളുടെ ഒരു വർക്ക് വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഒരു 50 JRF കിട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം എത്രമാത്രം വലിയ വിഷയമാണ്. UGC കെയർ ലിസ്റ്റിൽ കയറുക എന്ന് പറഞ്ഞാൽ വലിയ പാടൊന്നുമില്ല. മനസ്സിലാണ്ടോ? അപ്പൊ UGC കെയർ ലിസ്റ്റിൽ അംഗീകരിക്കപ്പെടുന്നതും ഇന്റർനാഷണൽ നിലവാരത്തിലുള്ളതുമായിട്ടുള്ള ഡാറ്റാബേസ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ വരുന്നതാണ് ഇത് സ്കോപ്പസ് ഇൻഡെക്സ്ഡ് ഡാറ്റാബേസ് ആൻഡ് വെബ് ഓഫ് സയൻസ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിലേതെങ്കിലും ഡാറ്റാബേസിൽ വരിക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചോളം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ നിങ്ങൾക്ക് ഈ സൈറ്റേഷൻ, ഇമ്പാക്ട് ഫാക്ടർ അതൊക്കെ അറിയാമോ? അതൊക്കെ ഒരു ധാരണ ഉണ്ടോ? എന്താണ് സൈറ്റേഷൻ, എന്താണ് ഇമ്പാക്ട് ഫാക്ടർ, ഈ ഇതൊക്കെ അറിയോ? HNX എന്താണ്, I10 ഇൻഡെക്സ് എന്താണ്? ഇതൊക്കെ നെറ്റിൽ പഠിച്ചെന്നുള്ള അല്ലാണ്ട് ഒരു ധാരണ ഉണ്ടോ? ഒരു ധാരണയുണ്ട് സൈറ്റേഷൻ എന്നൊക്കെ പറഞ്ഞ ഇല്ല. ഊവെന്നോ ഉണ്ടെന്നോ? യെസ്, അതിനെപ്പറ്റി ധാരണയുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ സ്കോപ്പക്സ്ഡ് ഡാറ്റാബേസ് അല്ലെങ്കിൽ വെബ് ഓഫ് സയൻസ് ഡാറ്റാബേസ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടോ? അത് ബോറിംഗ് ആവുമോ? ഇല്ല, അതിനല്ലേ സാറേ വന്നിരിക്കുന്നതെന്നല്ലേ? യെസ്, അല്ല നമുക്ക് നമ്മുടെ എന്താണ് ഒബ്ജക്റ്റീവ് അതല്ല, അതാണ് ഞാൻ ചോദിച്ചേ. യെസ്, ഞാൻ അത് പറഞ്ഞുതരാം. അതായത് നമ്മളൊരു ലിറ്ററേച്ചർ റിവ്യൂവിന്റെ മർമ്മം എന്ന് പറയുന്നത് ഇമ്പാക്ട് ഫാക്ടറാണ്. ഓക്കെ, ലിറ്ററേച്ചർ റിവ്യൂവിന്റെ മർമ്മം എന്ന് പറയുന്നത് ഇമ്പാക്ട് ഫാക്ടർ. ഓക്കെ, യെസ്. ഒരു ജേണലിനെ റാങ്ക് ചെയ്യുന്നതാണ് എന്ത്, ഇമ്പാക്ട് ഫാക്ടർ എന്ന് പറയുന്നത്. ജേണലിനെ റാങ്ക് ചെയ്യുന്നതിനെയാണ് ഇമ്പാക്ട് ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഇമ്പാക്ട് ഫാക്ടർ എന്ന് പറഞ്ഞാൽ അവസാനത്തെ 2 വർഷങ്ങളിൽ ഓക്കെ ജേണലുകൾക്ക് ലഭിച്ചിട്ടുള്ള സൈറ്റേഷനെ ബേസ് ചെയ്തിട്ടാണ് ഇമ്പാക്ട് ഫാക്ടർ നമ്മൾ നിർണ്ണയിക്കുന്നത്. എന്താണ്? അവസാന 2 വർഷം. ഇപ്പൊ 2025 അപ്പൊ 2024 23 വർഷങ്ങൾ, അപ്പൊ 2 വർഷം എടുത്തു. ഓക്കെ, ഈ വർഷങ്ങളിൽ ഈ ആർട്ടിക്കിളിന് എത്ര സൈറ്റേഷൻ കിട്ടി, അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇമ്പാക്ട് ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് അപ്പൊ സൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ? സൈറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഒരു ഗവേഷണ പ്രബന്ധം അല്ലെങ്കിൽ ആർട്ടിക്കിള് ഓക്കെ യെസ് ഏതൊക്കെ റിസർച്ചിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടോ അതിനെയാണ് സൈറ്റേഷൻ എന്ന് പറയുന്നത്. സൈറ്റേഷൻ മീൻസ് ദ അനദർ റിസർച്ച് പേപ്പർ മെൻഷൻ യുവർ റിസർച്ച്, അതാണ് സൈറ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പം എൻ്റെ ഒരു വർക്ക് വേറൊരു വർക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ കോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇന്ന ആളുടെ വർക്കിന്റെ അകത്തു നിന്നുള്ള ഇൻഫർമേഷൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന വർക്കിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇന്ന വർക്കിന്റെ ഫൈൻഡിങ്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കോട്ട് ചെയ്യും. അതായത് അവരുടെ വർക്കിന്റെ റെഫറൻസിൽ നമ്മുടെ വർക്ക് കോട്ട് ചെയ്യും. ഇതിനെയാണ് സൈറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഈ ജേണലിൽ നിന്ന് എത്ര ആർട്ടിക്കിളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, സൈറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ മറ്റ് വർക്കുകൾക്ക് വേണ്ടി ഈ ആർട്ടിക്കിളിൽ പബ്ലിഷ് ചെയ്ത വർക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇമ്പാക്ട് ഫാക്ടർ. ക്ലിയർ ആയോ? ഓക്കെ, മനസ്സിലായോ? ഇപ്പൊ ജേണൽ എ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഓക്കെ യെസ് 100 പേപ്പറുകൾ കഴിഞ്ഞ അല്ലെങ്കിൽ ഒരു 300 പേപ്പർ ആയിക്കോട്ടെ. ഓക്കെ, 300 പേപ്പറുകൾ അല്ലെങ്കിൽ 300 ആർട്ടിക്കിള് യെസ് അതായത് എന്താണ് ഒരു ജേണൽ എ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ജേണൽ എ ഓക്കെ യെസ് അവര് ലാസ്റ്റ് 2 വർഷത്തിനുള്ളിൽ അവർ 100
ആർട്ടിക്കിളുകൾ പബ്ലിഷ് ചെയ്തു. 100 ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തു. ഓക്കെ, യെസ്. അതില് 300 പേര് അത് സൈറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ 300 ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? 300 ആളുകൾ അല്ലെങ്കിൽ 300 ടൈംസ്, അങ്ങനെ എന്ത് ചെയ്യും, 300 ആളുകൾ എന്നുള്ളതല്ല, 300 ടൈംസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ 100 ആർട്ടിക്കിളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? സൈറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 100 ആർട്ടിക്കിളുകൾ എന്താണ് 300 ടൈംസ് ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ വർക്കുകളിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് അതിന്റെ മെയിൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഇമ്പാക്ട് ഫാക്ടർ എത്രയാണ്? ഇമ്പാക്ട് ഫാക്ടർ എന്ന് പറഞ്ഞാൽ 300/100 എന്ന് പറഞ്ഞാൽ 3.0 ആണ് ഇവിടുത്തെ ഇമ്പാക്ട് ഫാക്ടർ എന്ന് പറയുന്നത്. അതായത് ഓരോ ആർട്ടിക്കിളും ആവറേജ് 3 സൈറ്റേഷൻ വെച്ച് കിട്ടുന്നുണ്ട്. ഇതാണ് ഇമ്പാക്ട് ഫാക്ടർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ എല്ലാം കൂടെ പറഞ്ഞു പോകുന്ന സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇമ്പാക്ട് ഫാക്ടർ മാത്രം നിർത്തിയേക്കാണ്. ഇതിന്റെ അകത്ത് ഐറ്റം ഇൻഡെക്സ് ഉണ്ട്, എച്ച് ഇൻഡെക്സ് ഉണ്ട്, അങ്ങനെ ഓദർ റാങ്കിങ് ഇൻഡെക്സേഷൻ ഉണ്ട്, ആർട്ടിക്കിൾ റാങ്കിങ് ഇൻഡെക്സേഷൻ ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, നമ്മൾ പറഞ്ഞു വന്നതാണ് സ്കോപ്പസ് ഡാറ്റാബേസ്ഡ് അല്ലെങ്കിൽ വെബ് ഓഫ് സയൻസ് ഡാറ്റാബേസ്. ഇതിൽ പബ്ലിഷ് ചെയ്ത ആർട്ടിക്കിൾ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? എടുക്കാൻ പാടുള്ളൂ. ഏതെടുക്കുമ്പോൾ? പേരന്റ് ആർട്ടിക്കിൾ എടുക്കുന്ന സമയത്ത് കേട്ടോ. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പം എന്താണ് നല്ലൊരു ആർട്ടിക്കിൾ ആണ്, പക്ഷെ എന്താണല്ല സ്കോപ്പസിലല്ല, വെബ് ഓഫ് സയൻസ് അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് പേരന്റ് ആർട്ടിക്കിൾ ആയിട്ട് എടുക്കല്ലേ. കാരണം നിങ്ങളിപ്പോ ഒരു PhD ഒക്കെ ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് PhD അവാർഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വർക്ക് മിനിമം 2 പബ്ലിക്കേഷൻ എങ്കിലും ഉണ്ടായിരിക്കും. മനസ്സിലാണ്ടോ? അത് ഓരോ യൂണിവേഴ്സിറ്റി റിക്വയർമെന്റ് അനുസരിച്ച് 2, 3 ആകാം, അങ്ങനെ മാറാം കേട്ടോ. യെസ്. അപ്പൊ 2 പബ്ലിക്കേഷൻ എങ്കിലും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് PhD അവാർഡ് ചെയ്യൂ. നിങ്ങളുടെ ഒരു വർക്ക് പബ്ലിഷ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു ഇന്റർനാഷണൽ മെത്തഡോളജി നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നല്ല ആർട്ടിക്കിൾ നിങ്ങൾക്ക് അത് പബ്ലിഷ് ചെയ്യാൻ പറ്റൂ. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം എന്താണ്, നിങ്ങളൊരു PhD കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേന് നിങ്ങൾക്ക് JRF ഉണ്ടോ, PGക്ക് എത്ര മാർക്കുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടല്ല നിങ്ങളുടെ കരിയർ ഉള്ളത്. നിങ്ങളുടെ ആർട്ടിക്കിളിന്റെ സൈറ്റേഷനും നിങ്ങളുടെ ആർട്ടിക്കിളിന്റെ ഇൻഡെക്സേഷനുകൾ അനുസരിച്ചാണ് നിങ്ങളുടെ കരിയർ ഉള്ളത്. നിങ്ങൾക്കറിയാം 5 വർഷമോടെ കഴിയുമ്പോൾ കേരളത്തിൽ എന്താണ് സ്വാഭാവികമായിട്ടും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വരും, അല്ലെ? പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വരും. ഇഷ്ടംപോലെ അസിസ്റ്റന്റ്, അസോസിയേറ്റ് പ്രൊഫസർമാരും അതുപോലെ തന്നെയുള്ള അവസരങ്ങൾ, തൊഴിലവസരങ്ങൾ അധ്യാപന മേഖല അതുപോലെ തുറക്കും. മനസ്സിലാകുന്നുണ്ടോ? അതായത് നിങ്ങൾ ഒരു PSC 7 8 വർഷം കൂടി വിളിക്കുന്ന, അല്ലെ, കോളേജ് ഗേറ്റ് എഡ്യൂക്കേഷൻ നടത്തുന്ന അസിസ്റ്റന്റ് പ്രൊഫസർ പരീക്ഷ, കോളേജിലോട്ടുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ പരീക്ഷ, അത് 6 7 വർഷം കൂടി വിളിക്കുന്ന ഒരു പരീക്ഷ. അതിന് എപ്പോഴോ റാങ്ക് ലിസ്റ്റ് എടുത്ത്, എപ്പോഴോ ഇന്റർവ്യൂ വിളിച്ച്, എപ്പോഴോ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വിളിച്ച്, എപ്പോഴോ അഡ്വൈസ് വന്ന് കിട്ടുന്ന ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം നിങ്ങളുടെ ലൈഫ് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല? തൂങ്ങി നിൽക്കാൻ പാടില്ല. മറിച്ച് നിങ്ങൾ നല്ല രീതിയിൽ ഒരു PhD ചെയ്തു, നല്ലൊരു ആർട്ടിക്കിൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ആ ആർട്ടിക്കിൾ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റും. മനസ്സിലാവുണ്ടോ? ഈ റിസർച്ച് PhD കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റി ആണ് യൂണിവേഴ്സിറ്റികളിൽ. ഗവൺമെന്റ് എത്ര റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടെന്ന് പറയാം. നിങ്ങൾ ആ ഒരു രീതിയിൽ ഒന്ന് പഠിച്ചാൽ മാത്രം മതി. അത്രമാത്രം തൊഴിലവസരങ്ങളാണ്. മനസ്സിലാണ്ടോ? ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വരുമ്പോൾ അത് വീണ്ടും കൂടത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങൾ PhD കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ച് കാലത്തിന് ബ്രേക്ക് ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങൾക്ക് പോസ്റ്റ് ഡോക്ക് എടുക്കാം. നിങ്ങൾ പോസ്റ്റ് ഡോക്കിനൊക്കെ 1 ലക്ഷം രൂപ വരെ ഫെലോഷിപ്പ് കിട്ടുന്ന യൂണിവേഴ്സിറ്റി ഉണ്ട്. 1 ലക്ഷം രൂപ വരെ പോസ്റ്റ് ഡോക്കിന്. ഏറ്റവും കുറഞ്ഞ പോസ്റ്റ് ഡോക്കിന് 60,000 രൂപ 70,000 രൂപ ഒരു മന്തിൽ നിങ്ങൾക്ക് ഫെലോഷിപ്പ് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത്രയും മാത്രം ഓപ്പർച്യൂണിറ്റിയാണ് റിസർച്ച് മേഖലയിലുള്ളത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഈ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞതാണ് നിങ്ങളുടെ കരുത്ത്. മനസ്സിലാണ്ടോ? അതുകൊണ്ടാണ് ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞത്, ഈ ആർട്ടിക്കിളിന് നിങ്ങളുടെ പബ്ലിഷ് ചെയ്തേക്കുന്ന ആർട്ടിക്കിൾ ആണ് നിങ്ങളുടെ മൊത്തത്തിലെ നിങ്ങളുടെ വെൽത്ത് എന്ന് പറയുന്നത്. അത് വെച്ചിട്ടാണ് നിങ്ങളുടെ കരിയർ എല്ലാം ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു UGC ഏതെങ്കിലും ഒരു കെയർ ലിസ്റ്റിൽ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ എന്റെ ഒരു കോൺഫറൻസിലേക്ക് ഏതൊരു കോളേജിൽ നടന്ന കോൺഫറൻസിൽ ഓക്കെ എന്റെ വർക്ക് പബ്ലിഷ് ചെയ്തു. ഓക്കെ, ആ വർക്ക് പബ്ലിഷ് ചെയ്തു. യെസ്, അതിന് UGC കെയർ ലിസ്റ്റിന്റെ മാനദണ്ഡം ഉണ്ടെങ്കിൽ ആ പബ്ലിക്കേഷനും UGC കെയർ ലിസ്റ്റിന്റെ ഭാഗമായിട്ടൊക്കെ പരിഗണിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ അങ്ങനെയൊക്കെ ഞാനൊരു 2 പേപ്പർ വർക്ക് ഒപ്പിച്ചു, പബ്ലിഷ് ചെയ്തു. അതിനടിസ്ഥാനത്തിൽ എനിക്ക് PhD കിട്ടിയിട്ട് ഈ PhD ആയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ കേരള PSC എന്തെങ്കിലും നടത്തുന്ന ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പോകാമെന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് നമുക്കൊരു കരിയർ ഉണ്ടായില്ല. ഇത് ട്രൂത്ത് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊരു വർക്ക് ഉണ്ടെങ്കിൽ, ആ വർക്ക് നന്നായിട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ, നല്ല സ്കോപ്പസർ അല്ലെങ്കിൽ വെബ് ഓഫ് സയൻസ് അതുപോലുള്ള ഹൈ ഇൻഡെക്സ് ആയിട്ടുള്ള ജേണലിൽ നിങ്ങളുടെ വർക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്കൊരു മുന്നോട്ട് പോക്കുള്ളൂ. എൻ്റെ ഒരു ഫ്രണ്ട് ഓക്കെ ഒരു 3 വർഷം മുമ്പ് അവൻ്റെ ഒരു വർക്ക് വന്നത് നേച്ചറിലാണ്.
നേച്ചർ പബ്ലിക്കേഷൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ നേച്ചർ പബ്ലിക്കേഷൻ? നേച്ചർ കേട്ടിട്ടുണ്ടോ? നേച്ചർ എന്ന് പറയുന്ന പബ്ലിക്കേഷൻ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് പബ്ലിക്കേഷൻ ആണ് നേച്ചർ പബ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീന്റെ വർക്കുകൾ അടക്കം നോബൽ പ്രൈസുകളെല്ലാം പബ്ലിഷ് ചെയ്യുന്ന നേച്ചറിലാണ്. അവന് നെറ്റില്ല, JRF ഇല്ല, ഒന്നുമില്ല. ഒരു പ്രൊജക്ട് അസിസ്റ്റന്റ് ആയിട്ട് ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം എന്ത് ചെയ്തു? നിങ്ങൾ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സമയത്ത് അതിനുശേഷം പുറത്തു പോയിട്ട് പ്രൊജക്ട് അസിസ്റ്റന്റ് ആയിട്ട് ജോയിൻ ചെയ്തിട്ട് പബ്ലിഷ് ചെയ്ത. ഇന്ന് അവന്റെ സാധനം എന്താണെന്ന് അറിയോ? അവൻ ആ ഒരു ഒറ്റ ആർട്ടിക്കിൾ മതി ഇന്ത്യയിലല്ല ലോകത്ത് എവിടെയാണെന്ന് പറഞ്ഞാലും കയറാം. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ പബ്ലിക്കേഷന്റെ ഗുണം അത്ര മാത്രമാണ്. പബ്ലിക്കേഷനാണ് ഇതിന്റെ ഏറ്റവും നട്ടൽ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങൾ ഏത് വർക്കിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്ത് പഠിക്കുന്നത്. മനസ്സിലാണ്ടോ? അപ്പൊ നിങ്ങളുടെ ബേസ് ജേണൽ എന്ന് പറയുന്നത്, അതിനാണ് നമ്മൾ പേരന്റ് ആർട്ടിക്കിൾ അല്ലെങ്കിൽ ബേസ് ജേണൽ എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും ഒരു സ്കോപ്പസ് ഇൻഡെക്സ്ഡ് ഡാറ്റാബേസിലുള്ളതായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെബ് ഓഫ് സയൻസിൽ ഡാറ്റാബേസ് ഉണ്ടായിരിക്കണം. സ്കോപ്പസ് ഇൻഡെക്സ്ഡ് ഡാറ്റാബേസിന് മിനിമം ഒരു വർഷം 18 to 20 ലക്ഷം രൂപയിലും കൊടുക്കണം. ഈ ഡാറ്റാബേസ് നമുക്കൊന്ന് കാണണമെങ്കിൽ, ഈ ഡാറ്റാബേസിലെ ആർട്ടിക്കിൾ വായിക്കണമെങ്കിൽ മിനിമം 18 ലക്ഷത്തിന് 20 ലക്ഷം രൂപ ഇടയ്ക്കൊരു പൈസ ഒരു വർഷം തന്നെ കൊടുക്കണം. ഓക്കെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഡാറ്റാബേസ് എവിടെ കാണത്തുള്ളൂ? പ്രീമിയം യൂണിവേഴ്സിറ്റികളുടെ ലൈബ്രറിയിൽ മാത്രം അവർ കാശ് കൊടുത്ത് മേടിക്കും. മനസ്സിലാണ്ടോ? ഇപ്പൊ ഏതാണ്ട് 5.5 കോടി രൂപ, 6.5 കോടി രൂപ, 10 കോടി രൂപയൊക്കെയാണ് ഇത് കൊച്ചി യൂണിവേഴ്സിറ്റിയൊക്കെ ഒരു വർഷം എന്ത് ചെയ്യുന്നത്? ഡാറ്റാബേസിന് വേണ്ടി മാത്രം മാറ്റി വെക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ പ്രീമിയം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ റിസോഴ്സുകളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം ഒരു പ്രീമിയം ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഏത് മെത്തഡോളജി ഫോളോ ചെയ്യണം? പ്രീമിയം ആർട്ടിക്കിൾ ആയിട്ടുള്ള ഒരു പേരന്റ് ജേണലിന്റെ മെത്തഡോളജി വേണം നിങ്ങൾ ഫോളോ ചെയ്യാൻ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞതിന്റെ ഇപ്പൊ പറഞ്ഞു പോകുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത്. യെസ്, അതാണ് അവിടെ പറയാനുള്ളത് കേട്ടോ. യെസ്, ഇനി ഗൂഗിൾ സ്കോളറിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് സമയമില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഉദാഹരണം പറഞ്ഞാൽ മെട്രിക്സ് ഉണ്ട്, ഗൂഗിൾ മെട്രിക്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ടോപ്പ് പബ്ലിക്കേഷൻസ് കാണാലോ അല്ലെ? ഉണ്ടോ? ഞാനിപ്പോ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ടോപ്പ് പബ്ലിക്കേഷൻ ഏതാണ്? നേച്ചറാണ് ഉണ്ടോ? അപ്പൊ നിങ്ങൾ ഇതുണ്ടോ, ഇത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ വർക്കുകൾ വരേണ്ട, പബ്ലിക്കേഷൻ ചെയ്യേണ്ട, ഇപ്പൊ നിങ്ങൾ മാർക്കറ്റിംഗിലാണോ, HR-ലാണോ, ഫിനാൻസിലാണോ, അപ്പൊ ഇതിന്റെ അകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഏത് ആർട്ടിക്കിളിലാണ് നിങ്ങൾ വർക്ക് വരേണ്ടത്. ഇത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യുന്ന ജേണലുകളുടെ ലിസ്റ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. മനസ്സിലാണ്ടോ? ഓക്കെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യാം. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ വർക്കുകളാണെന്നുള്ളത് കൃത്യമായിട്ട് അവിടെ വരും. ഓക്കെ. ഒരുപാട് ഇതുണ്ട് കേട്ടോ. നിങ്ങൾ വേറെ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. ഗൂഗിൾ സ്കോളർ നന്നായിട്ട് എടുത്ത് വർക്ക് ചെയ്യണം. നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഗൂഗിൾ സ്കോളർ. ഞാനിപ്പോ എല്ലാ ഫംഗ്ഷൻ കീയും പറഞ്ഞു തരാനുള്ള സമയക്കുറവുണ്ട്. ഞാൻ അവിടെ നിർത്തുവാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആണല്ലോ അല്ലെ? ടോപ്പ് പബ്ലിക്കേഷൻ ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? എന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ അല്ലേ? യെസ്, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ അല്ലേ? യെസ്. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾക്ക് ഞാൻ പറയുന്നത്, നിങ്ങളിപ്പം ഒരു ഗൂഗിൾ സ്കോളർ എടുത്തു. നിങ്ങൾക്ക് ഇപ്പം നമ്മൾക്ക് ഒരു ആർട്ടിക്കിൾ എടുക്കുന്നു. ഈ ആർട്ടിക്കിൾ പെയ്ഡ് ആർട്ടിക്കിൾ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് കാണത്തില്ല. യെസ്, ഒരു സെക്കൻഡ്. യെസ്, ഈ ആർട്ടിക്കിൾ നിങ്ങൾക്ക് എടുത്ത് വായിക്കാൻ പറ്റില്ല, കാരണം ഇത് പെയ്ഡ് ആർട്ടിക്കിൾ ആണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് വേറൊരു സജ്ജീകരണം ഉണ്ട്. അതിന് ഈ ടോപ്പിക് ഉണ്ടല്ലോ, ഈ ടോപ്പിക് നിങ്ങൾ ജസ്റ്റ് എടുത്ത് കോപ്പി ചെയ്യുക. ഞാനൊരു എക്സാമ്പിൾ പറയുന്ന കേട്ടോ. ഓക്കെ, കോപ്പി ചെയ്യുക. അതിനുശേഷം സ്കൈ ഹബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഷൻ ഉണ്ട്. സ്കൈ ഹബിൽ പോവാ. നമുക്കിത് ഹാക്കിംഗ് വേർഷൻ ആണ്. സ്കൈ ഹബിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ലോഗിൻ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിനൊരു പർട്ടിക്കുലർ ടൈം പീരീഡ് ഉണ്ട്. ആ ടൈം പീരീഡിൽ നിങ്ങൾക്ക് അത് കിട്ടും. മനസ്സിലാണ്ടോ? ഇത് ഫ്രാൻസിലുള്ള ഒരു ഡാറ്റാബേസ് ആണ്. നമുക്കിത് ഹാക്കിംഗ് വേർഷൻ ആണ്. ഹാക്ക് ചെയ്ത് കിട്ടും ആർട്ടിക്കിളൊക്കെ. കോടിക്കണക്കിന് രൂപയുടെ ആർട്ടിക്കിളൊക്കെ നമുക്ക് ഹാക്ക് ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് എന്താണ് വില്ലി എന്ന് പറയുന്ന ഒരു ഒരു ഡാറ്റ മീൻസ് ഈ ഗൂഗിൾ സ്കോളർ പോലെ തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്ത് ഡാറ്റകൾ കിട്ടാൻ പറ്റുന്നതാണ്. സോറി, വൈലി കേട്ടോ. വൈലി ഓൺലൈൻ ലൈബ്രറി ഉണ്ട്. വൈലി ഓൺലൈൻ ലൈബ്രറിയിലും കൂടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ തരത്തിലുള്ള ആർട്ടിക്കിൾ ഇവിടെ നിങ്ങൾക്ക് ജേണൽ ഫൈൻഡ് ചെയ്യാം. ഓക്കെ. യെസ്, എല്ലാം നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാം കേട്ടോ.
അപ്പൊ നിങ്ങൾക്ക് കിട്ടാത്ത ആർട്ടിക്കിളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, സ്കൈ ഹബിലേക്ക് പോവുക. സ്കൈ ഹബിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. നിങ്ങളൊരു രാത്രി ഒരു 10 മണി 11 മണി കഴിഞ്ഞിട്ട് സ്കൈ ഹബിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ ആർട്ടിക്കിളും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ, കേട്ടോ. യെസ്, അപ്പൊ അതാണ് ഗൂഗിൾ സ്കോളർ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും, കേട്ടോ. ഗൂഗിൾ സ്കോളർ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ChatGPT പിടിച്ചോണ്ട് പോകരുത്. അതിനേക്കാളും വലിയ ആൾക്കാരാണ് അവിടെ കയറി ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് പ്ലേഗരിസം ഉണ്ട്, മറ്റ് പല പ്രശ്നങ്ങളും നിങ്ങൾ നേരിടും. അപ്പൊ അത് നിങ്ങൾക്കൊരു നിങ്ങൾ ഒരിക്കൽ ChatGPT ഒക്കെ വെച്ചിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരു റിസർച്ച് എന്താ പറയാ ഒരു കണക്ഷൻ നിങ്ങൾ നഷ്ടപ്പെടും, മനസ്സിലുണ്ടോ അല്ലെ? നിങ്ങളൊരു മെക്കാനിക്കൽ ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യും. നിങ്ങൾക്ക് ഈ വർക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും അറിയാതെ വരും. അത് നിങ്ങളെ കൃത്യമായിട്ട് പിടിവീഴുകയും ചെയ്യും, കേട്ടോ. യെസ്, നിങ്ങൾ ആലോചിക്കണം, പ്ലേഗരിസം എന്ന് പറയുമ്പോൾ എല്ലാ വർക്കും നിങ്ങൾ ഏത് സ്റ്റെപ്പ് റിസർച്ച് പോയാലും പ്ലേഗരിസം അവിടെ കയറും. അപ്പൊ ഈ AI പോലുള്ള ടൂളുകളെല്ലാം ഉള്ളപ്പോൾ തന്നെ പ്ലേഗരിസം ചെക്കിങ് അതനുസരിച്ചുള്ള അഡ്വാൻസ്ഡ് ചെക്കിങ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതുകൊണ്ടൊന്നും കാര്യമില്ല. പിന്നെ നിങ്ങൾക്ക് ഒരു ഡയമെൻഷൻ കിട്ടാൻ വേണ്ടിയൊക്കെ ഡിപ്പെൻഡ് ചെയ്യാന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു കാരണവശാലും പോകരുത്. വളരെ ഓണസ്റ്റ് ആയിട്ട് എത്തിക്കലായിട്ട് നിങ്ങൾ റിസർച്ചിലേക്ക് കടക്കാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, അതാണ് അവിടെ നിങ്ങളോട് പറയാനുള്ളത്. യെസ്, ഇനി നമ്മൾ ഒരു ആർട്ടിക്കിൾ വായിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരമാണ്. ഓക്കെ, യെസ്, ഇത് ഒരുപാട് സമയം എടുത്ത് പറയേണ്ട ഒരു കേസാണ്. അതുകൊണ്ട് ഇത് എൽസേവിയർ ഡാറ്റാബേസ് ആണ്. എൽസേവിയർ എന്ന് എടുത്തേക്കുന്ന ആർട്ടിക്കിൾ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ആർട്ടിക്കിൾ എന്താണ്? ഈ ആർട്ടിക്കിൾ സ്കോപ്പസ് ഇൻഡെക്സ്ഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണ്. ഈ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ ഗുണം എന്താണ്? ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇത് നമുക്കൊരു പേരന്റ് ആർട്ടിക്കിൾ ആക്കാൻ പറ്റും. കാരണം ഇത് ഇന്റർനാഷണൽ എന്താണ് മെത്തഡോളജി, റിസർച്ച് മെത്തഡോളജി അക്സെപ്റ്റ് ചെയ്യുന്ന ആർട്ടിക്കിൾ ആണ് എൽസേവിയർസിന്റെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ടൂറിസം മാനേജ്മെന്റ് എന്ന് പറഞ്ഞ അല്ലെ ജേണലിലാണ് ഈ വർക്ക് വന്നിരിക്കുന്നത്. യെസ്, ടൂറിസം മാനേജ്മെന്റ്. അത് നിങ്ങൾക്കൊരു അബ്സ്ട്രാക്ട് കിട്ടും. അബ്സ്ട്രാക്ട് ഉണ്ടാവും. അബ്സ്ട്രാക്ട് വായിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഇപ്പോഴാണെങ്കിൽ ഹൈലൈറ്റ്സ് ഉണ്ട്. പണ്ടൊക്കെ ആർട്ടിക്കിളിനകത്ത് ഹൈലൈറ്റ്സ് ഒന്നും കാണത്തില്ല, നേരിട്ട് അബ്സ്ട്രാക്ട് മാത്രമായിരിക്കും. യെസ്, പിന്നെ ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് നമ്മൾ ഇതിന് ഓപ്പറേഷൻ ഡെഫിനേഷൻ എന്ന് പറയും. നിങ്ങൾ എടുത്തേക്കുന്ന ഓരോരോ വേരിയബിൾ ഏതാണോ ആ വേരിയബിളിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറഞ്ഞിരിക്കും. യെസ്, ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ സ്റ്റഡി ഉണ്ടാവും. നിങ്ങളുടെ പോപ്പുലേഷൻ എങ്ങനെയാണ്, നിങ്ങളുടെ സാമ്പിൾ സെലക്ഷൻ എങ്ങനെയാണ്, ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യം കേട്ടോ. നിങ്ങൾ പോപ്പുലേഷനിൽ നിന്ന് എങ്ങനെയാണ് സാമ്പിളിലേക്ക് വരുന്നത്, സാമ്പിൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, സാമ്പിളിന്റെ സൈസ് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, ഡാറ്റ എങ്ങനെയാണ് അനാലിസിസ് ചെയ്തേക്കുന്നത്, ഓക്കെ, മെത്തഡോളജി, ഇങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും, അതായത് നിങ്ങൾക്കൊരു ഫ്രഷ് ആയിട്ട് PhD ചെയ്യാനുള്ള എല്ലാ മാറ്റേഴ്സും എന്ത് കിട്ടും? ആർട്ടിക്കിളിൽ കിട്ടും. ഓക്കെ, അവസാനം ഫൈൻഡിങ്സും ഡിസ്കഷൻസും ഉണ്ടാകും. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്തുണ്ടാവും? ഈ ഫൈൻഡിങ്ങും ഡിസ്കഷനിലും അവർ എന്തും കൂടെ രേഖപ്പെടുത്തിയിരിക്കും? ആ റിസർച്ച് ഗ്യാപ്പും കൂടെ രേഖപ്പെടുത്തിയിരിക്കും. യെസ്, പിന്നെ റെഫറൻസും കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പേരന്റ് ആർട്ടിക്കിൾ ആണെന്ന് വിചാരിച്ചോ, ഇതിന്റെ റെഫറൻസ് മാത്രം വായിച്ചാൽ മതി. നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ വർക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ റിലേറ്റഡ് ആർട്ടിക്കിളും കിട്ടും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ 2006 ഈ വർക്ക് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഈ നമ്മുടെ ഈ പേരന്റ് ആർട്ടിക്കിളിനെ അസോസിയേറ്റ് ചെയ്യുന്ന വർക്ക് കിട്ടും. ഇനി ഇതിനൊരു റെഫറൻസ് ഉണ്ടാവുമല്ലോ, അതെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതുമായിട്ട് ബന്ധപ്പെടുന്ന അടുത്ത റെഫറൻസ് കിട്ടും. അതിന്റെ റെഫറൻസ് ഉണ്ടാവുമല്ലോ. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക, 19 റെഫറൻസ് പോയി കഴിഞ്ഞാൽ എത്ര ജേണൽ നിങ്ങൾക്ക് കിട്ടും? അത് റിലേറ്റഡ് ആർട്ടിക്കിൾ ആയിരിക്കും. ഓക്കെ, യെസ്, അപ്പൊ ഞാൻ ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ലിറ്ററേച്ചർ റിവ്യൂ പ്രിപ്പയർ ചെയ്തു. ഓക്കെ, ലിറ്ററേച്ചർ റിവ്യൂ പ്രിപ്പയർ ചെയ്തു. നിങ്ങൾക്ക് ഈ ആർട്ടിക്കിൾ മനസ്സിലായല്ലോ. ജസ്റ്റ് ഒരു എന്താണ് ഒരു എൽസേവിയർസിന്റെ ഒരു ആർട്ടിക്കിൾ മാത്രമാണ്. ഈ ആർട്ടിക്കിൾ വായിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? ഒരു റിവ്യൂ ചെയ്തേക്കുക, ഒരു റിവ്യൂ എഴുതിയേക്കുക. ഇങ്ങനെ വേണം നിങ്ങളൊരു ആർട്ടിക്കിളിന്റെ റിവ്യൂ എഴുതാൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ, നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ ആണല്ലോ? യെസ്, ഓക്കെ. ഓതറിന്റെ ടൈറ്റിൽ, ഓതറിന്റെ പേരിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് എന്താണ്? ഒന്നുകിൽ എക്സൽ ഷീറ്റിലോ അല്ലെങ്കിൽ വേർഡിലോ നിങ്ങൾക്ക് ചെയ്തു പോകാം കേട്ടോ. യെസ്, ഓതർ, ടോപ്പിക് വരുന്നു. ടോപ്പിക്കിന് ശേഷം പ്രോബ്ലം ഓഫ് ദ സ്റ്റഡി, എന്തൊക്കെയാണ് ആ ആർട്ടിക്കിളിന്റെ ഞാൻ കണ്ടേക്കുന്ന പ്രോബ്ലം, അല്ലെങ്കിൽ അവർ പഠിച്ചിരിക്കുന്ന പ്രോബ്ലം. ഓക്കെ, ആർട്ടിക്കിളിന്റെ പ്രോബ്ലം അല്ല കേട്ടോ, അവർ പഠിച്ചിരിക്കുന്ന സ്റ്റഡിയുടെ പ്രോബ്ലം എന്തൊക്കെയാണ്. ഓക്കെ, ആ പ്രോബ്ലംസ് 1, 2, 3, 4 അത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. അതിനുശേഷം പ്രോബ്ലത്തെ ബേസ് ചെയ്തിട്ട് അവരെന്തൊക്കെയാണ്, അവരുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ഓക്കെ, അത് മെൻഷൻ ചെയ്തു. യെസ്, ഇനി ഇതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അവരുടെ വേരിയബിൾ ഏതൊക്കെയാണ്, അവരുടെ ഡിപ്പെൻഡ് വേരിയബിൾ ഏതൊക്കെയാണ്, അവരുടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഏതൊക്കെയാണ്. ഓക്കെ, യെസ്, മറ്റ് വേരിയബിളുകൾ അവർ കോട്ട് ചെയ്തേക്കുന്നത് ഏതൊക്കെയാണ്. അപ്പൊ വേരിയബിൾ എല്ലാം ഞാൻ നോട്ട് ചെയ്തു. യെസ്, ഇനി അവരുടെ ഹൈപ്പോതിസിസ്,
ഓക്കെ, ഇംപ്ലൈഡ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയ ഹൈപ്പോത്തിസിനാണ് ഇംപ്ലൈഡ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഹൈപ്പോത്തിസിസ് തന്നെ പലതരത്തിലുണ്ട്. ഒരു റിസർച്ച് വായിച്ച ഒരാൾ മനസ്സിലാക്കുന്ന ഹൈപ്പോത്തിസിസ് ആണ് ഇംപ്ലൈഡ് ഹൈപ്പോത്തിസിസ്. അപ്പോൾ ഓൾഡർ ടൂറിസ്റ്റ് ലോയൽറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ഹയർ ഇൻകം മോർ ലോയൽറ്റി ആണ്. അങ്ങനെ പല അനുമാനങ്ങളും ഹൈപ്പോത്തിസുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഹൈപ്പോത്തിസുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ സ്റ്റഡിയുടെ ഹൈപ്പോത്തിസിസ് എന്തൊക്കെയാണ് അത് മെൻഷൻ ചെയ്തു. ഓക്കെ, യെസ്. ഇനി ഫൈൻഡിങ്സ്, അതിൽ പറഞ്ഞിരിക്കുന്ന ഫൈൻഡിങ്സ് എന്തൊക്കെയാണ് അത് ഞാൻ മെൻഷൻ ചെയ്തു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഈ സ്റ്റഡിക്ക് വേണ്ട തിയറട്ടിക്കൽ ഫ്രെയിംവർക്ക് ഏതൊക്കെയാണ്? തിയറട്ടിക്കൽ ഫ്രെയിംവർക്ക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഹൈപ്പോത്തിസിന്റെ കാര്യം പറയുമ്പോൾ അവസാന പാർട്ടിൽ ഞാൻ പറയുന്നുണ്ട് എന്താണ് തിയറട്ടിക്കൽ ഫ്രെയിംവർക്ക്, തിയറട്ടിക്കൽ ഫ്രെയിംവർക്കിന്റെ ഇമ്പോർട്ടൻസ്. തിയറട്ടിക്കൽ ഫ്രെയിംവർക്ക് ഇല്ലാതെ ഒരു വർക്കും ചെയ്യാൻ പറ്റില്ല. ക്ലിയറായോ? നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകണമെങ്കിൽ തിയറട്ടിക്കൽ ഫ്രെയിംവർക്ക് വേണം. തിയറട്ടിക്കൽ ഫ്രെയിംവർക്ക് നമുക്ക് എവിടെ നിന്ന് കിട്ടും? ലിറ്ററേച്ചറിൽ നിന്ന് കിട്ടും. മനസ്സിലാണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഈ വിവിധ വിഷയങ്ങളെല്ലാം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും? ലിറ്ററേച്ചറിൽ നിന്ന് കിട്ടും. നിങ്ങൾ നോക്കി, നിങ്ങൾക്കൊരു പ്രോബ്ലം എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു, ഒരു ഒബ്ജക്റ്റീവ് എങ്ങനെ വരുന്നു, ഒരു വേരിയബിൾ എങ്ങനെ എടുക്കണം, അല്ലെ, ഹൈപ്പോത്തിസിസ് എങ്ങനെയാണ് വരേണ്ടത്, ഫൈൻഡിങ്സ് എങ്ങനെയാണ് വന്നിരിക്കുന്നത്, തിയറട്ടിക്കൽ ഫ്രെയിംവർക്ക് ഏതൊക്കെയാണ്, ഇതെല്ലാം എവിടെ നിന്ന് കിട്ടും? എവിടെ നിന്ന് കിട്ടും? പേരന്റ് ആർട്ടിക്കിളിൽ നിന്ന് കിട്ടും. സ്വാഭാവികമായിട്ടും നിങ്ങൾ എടുക്കുന്ന ആർട്ടിക്കിൾ ഓക്കെ ആണെങ്കിൽ, എടാ വേറൊന്നും ഇല്ല, ആ വർക്ക് USA ചെയ്തു, നിങ്ങൾ എവിടെ ചെയ്യുന്നു? കാക്കനാട് ചെയ്യുന്നു, അത്രമാത്രം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അതായത് ലൊക്കേഷൻ മാറുമ്പോൾ തന്നെ റിസർച്ച് മാറിയില്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം എന്താണ് സസ്റ്റൈനബിൾ ടൂറിസം ഒരാൾ ചെയ്തിരിക്കുന്നത് USA-ലാണ്, നിങ്ങൾ എന്ത് ചെയ്യുന്നു? അത് കാക്കനാട് ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. വർക്ക് വേറെ ആയില്ലേ? വേറെ ആയി. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത് എന്താന്ന്? അതിലേക്ക് ഞാൻ വരാം കേട്ടോ. ഗ്യാപ്പ്, എത്രമാത്രം ഗ്യാപ്പുകൾ ഉണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. യെസ്. അപ്പൊ ഇവിടെ ലാസ്റ്റ് വൺ എന്താണ്? റിസർച്ച് ഗ്യാപ്പ് കിട്ടും. നോക്കടാ, റിസർച്ച് ഗ്യാപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, no earlier studies clearly explained horizontal loyalty. Very few studies compare the single destination loyalty versus multi-destination loyalty. Little evidence how motivations and images different for both qualities. No earlier model studies tourism loyalty in the destination network. അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങളെ പറ്റി ഉള്ള പഠനങ്ങൾ വളരെ കുറവാണെന്നും വളരെ ചെറിയ പഠനങ്ങൾ അല്ലെങ്കിൽ പഠനങ്ങൾ ഇല്ലാത്ത വിഷയങ്ങളും ഇതിനകത്തുണ്ടെന്നും, അപ്പൊ ആ പഠനങ്ങൾ കുറവുള്ള അല്ലെങ്കിൽ എന്താണ് പ്രീവിയസ് ആയിട്ടുള്ള സ്റ്റഡീസുകളൊന്നും ഇല്ലാത്ത വർക്കുകൾ ഇനിയും എന്ത് ചെയ്യണം, അല്ലെങ്കിൽ കോൺസെപ്റ്റുകളിൽ ഇനി വർക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി അവിടെ ഉണ്ട്. ഇതാണ് എന്ത് ചെയ്തത്? നമ്മുടെ റിസർച്ച് പ്രോബ്ലമായി മാറുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഒരു ആർട്ടിക്കിൾ, ഇങ്ങനെ കിടക്കുന്ന ഒരു ആർട്ടിക്കിൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ലെവലിലേക്ക് റൈറ്റ് അപ്പ് ചെയ്യണം കേട്ടോ. അപ്പൊ എപ്പോഴും നിങ്ങൾ വെറുതെ ആർട്ടിക്കിൾ വായിച്ചു വിടരുത്. ആർട്ടിക്കിൾ വായിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു കുറിപ്പ്, ഒരു നോട്ട് ഇതുപോലെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോകണം. ഓക്കെ, മനസ്സിലായല്ലോ അല്ലെ? ക്ലിയർ? യെസ്. ഒരു ആർട്ടിക്കിൾ എഴുതുമ്പം സാധാരണ ഇത് നമുക്ക് ആർട്ടിക്കിൾ എഴുതുമ്പോൾ ഇതൊക്കെ ഓരോ യൂണിവേഴ്സിറ്റിയുടെ കേട്ടോ. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഫോളോ അപ്പ് വെച്ചിട്ടാണ് ഞാൻ ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ഫ്രം ദ പ്രിലിമിനറി സ്റ്റേജ് നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞ രീതി റൈറ്റപ്പ് ചെയ്യണം. ഇത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെ ഈ റിസർച്ച് നിങ്ങൾ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫസ്റ്റ് പ്രസന്റേഷൻ എന്ന് പറയുന്നത് ലിറ്ററേച്ചർ റിവ്യൂവിന്റെ പ്രസന്റേഷൻ ആയിരിക്കും. ആ സമയത്ത് ലിറ്ററേച്ചർ റിവ്യൂവിന്റെ ഫോമാണ്. ഇങ്ങനെ വേണം നിങ്ങൾ ലിറ്ററേച്ചർ റിവ്യൂ പ്രസന്റ് ചെയ്യാൻ. അപ്പോൾ ഇങ്ങനൊരു എക്സൽ ഷീറ്റ് നിങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കണം. ലിറ്ററേച്ചർ നിങ്ങൾ വായിക്കുന്ന സമയത്തും ഈ തരത്തിലുള്ള എക്സൽ ഷീറ്റ് ഉണ്ടായിരിക്കണം. എക്സലൊക്കെ പഠിക്കണം കേട്ടോ. PhDക്ക് പോകുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് വേർഡ്, എക്സൽ അത്യാവശ്യം നിങ്ങൾ പവർപോയിന്റ് മറ്റു വിഷയങ്ങൾ കാര്യങ്ങളൊക്കെ സെൽഫായിട്ട് തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ പഠിച്ച് എടുത്തോണം. ഓക്കെ, ഒരിക്കലും നമ്മൾ ഒരാളുടെ ഹെൽപ്പ് നോക്കി പോരുത്. അതോടൊപ്പം തന്നെ ഏതൊക്കെ വർക്ക്ഷോപ്പുകൾ, എന്തൊക്കെ കാര്യങ്ങൾ, അതുപോലെ തന്നെ കോൺഫറൻസുകൾ, എന്തൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചാലും മാക്സിമം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ വർക്ക്ഷോപ്പുകളും എല്ലാ കോൺഫറൻസുകളും അറ്റൻഡ് ചെയ്തിരിക്കണം കേട്ടോ. അത് നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ ഒന്ന് വേറെ രീതിയിൽ പ്രയോജനപ്പെടുത്തുള്ളൂ. ഞാനൊന്നും എന്നെ സംബന്ധിച്ചുള്ള വ്യക്തിപരമായി ഞങ്ങളൊക്കെ എംഫിലിന്റെ ലാസ്റ്റ് ബാച്ചാണ്. ആ എംഫിൽ പഠിച്ചതുകൊണ്ടുള്ള ആ നോളജ് ആയിരുന്നു ഈ റിസർച്ചിന്റെ ഒക്കെ ബേസ് നട്ടല്ലെന്ന് പറയാം. ഇപ്പൊ നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നും ഇല്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം തന്നെയല്ല, നല്ല അധ്യാപകര് ഈ എംഫിൽ ഡയറക്ടറും കോർഡിനേറ്ററും ഒക്കെ ആയിട്ട് നിൽക്കും. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള നോളജ് സബ്ജക്റ്റിനെ പറ്റി റിസർച്ചിനെ പറ്റി കിട്ടുമായിരുന്നു. ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു സാധ്യത വളരെ കുറവായതുകൊണ്ട് നിങ്ങൾ മാക്സിമം കോൺഫറൻസുകൾ, വർക്ക്ഷോപ്പുകൾ, ഒക്കെ സെമിനാറുകൾ, അത് എത്ര രൂപ എവിടെയാണെന്ന് പറഞ്ഞാലും കാര്യമില്ല, നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം. പ്രത്യേകിച്ച് നിങ്ങൾ SPSS, സെമ്മിന്റെ സോഫ്റ്റ്വെയറുകൾ, അങ്ങനെ ഏതൊക്കെ സോഫ്റ്റ്വെയറുകൾ നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടോ, SPSS പഠിക്കാനുണ്ടോ, സ്റ്റാറ്റിക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻഡിപെൻഡന്റ് ആയിട്ട് സെൽഫായിട്ട് പഠിച്ചോണം കേട്ടോ. കുറെയൊക്കെ നിങ്ങൾക്ക് ഓൺലൈൻ സോഴ്സിൽ കിട്ടും. കുറെയൊക്കെ നിങ്ങൾ ഇച്ചിരി പൈസ, നിങ്ങൾക്ക് ഫെലോഷിപ്പും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ.
കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റി വെക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞു വെക്കുന്ന ഇതാണ്. ഓക്കെ, ഓതർ ഉണ്ടോ? ഓതർ പറയുന്നു. ഓക്കെ, ഇയർ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നു കേട്ടോ. യെസ്, പർപ്പസ് ഓഫ് ദ സ്റ്റഡി ഉണ്ട്. ഏതൊക്കെ വേരിയബിൾ അല്ലെങ്കിൽ കൺസ്ട്രക്ട് ആണ് ഈ സ്റ്റഡിയുടെ ഭാഗമായിട്ടുള്ളത്, എന്തായിരുന്നു അവിടെ ഹൈപ്പോതിസിസ്, യെസ്, എങ്ങനെയുള്ള മെത്തഡോളജി ആയിരുന്നു, എക്സ്പെരിമെന്റൽ റിസർച്ച് ആയിരുന്നു അല്ലെങ്കിൽ എക്സ്പ്ലോറേറ്ററി റിസർച്ച് ആയിരുന്നു, ഡിസ്കറ്റീവ് റിസർച്ച് ആയിരുന്നു, അത് എന്താണ് അവർ ഉപയോഗിച്ച മെത്തഡോളജി, അത് ഫോക്കസ് ചെയ്യാം. ഓക്കെ, കീ ഫൈൻഡിങ്സ് എന്താണ്, ഓക്കെ, അതിൽ നിന്ന് നമുക്ക് കിട്ടിയ ഗ്യാപ്പ് എന്താണ്, റിസർച്ച് ഗ്യാപ്പ് എന്താണ്. ഇത് ഞാനൊരു കാര്യം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഞാൻ നമ്മൾ ഒരു ആർട്ടിക്കിൾ എടുത്ത് പബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രസന്റേഷൻ വീക്ഷിക്കുന്ന സാർ ചോദിക്കുന്ന ഒന്നാമത് ചോദ്യമുണ്ട്, നിങ്ങൾ ഈ ലിറ്ററേച്ചർ എടുക്കാൻ ഉണ്ടായ കാരണം എന്താണ്, എന്തിന്റെ വിലയിരുത്തലിലാണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ലിറ്ററേച്ചർ എടുത്തിരിക്കുന്നത്. ഞാൻ ലിറ്ററേച്ചർ എടുത്തിരിക്കുന്നത് എന്താണ്, വെബ് ഓഫ് സയൻസിന്റെ അല്ലെങ്കിൽ സ്കോപ്പക്സ് ഇൻഡസ്ട്രി ആയിട്ടുള്ള ഒരു ജേണലാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ തന്നെ ആ ജേണൽ എന്താണ്, ക്വാളിറ്റി ഉള്ള ജേണലാണ് എടുത്തിരിക്കുന്നത് ബോധ്യമാകും. അപ്പൊ എപ്പോഴും ഒരു ജേണൽ എടുക്കുമ്പോൾ ഒരു ഇൻക്ലൂഷൻ ക്രൈറ്റീരിയ ഉണ്ട്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ മോനെ? വെറുതെ അവിടെ നിന്ന് ഇവിടെ നിന്നുള്ള ജേണൽ അല്ല ഞാൻ എടുക്കുന്നത്, ഞാൻ കൃത്യമായി സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുള്ള ഹൈ ക്വാളിറ്റി ജേണലുകളാണ് എടുക്കുന്നതാണ് നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്കൊരു 200-300 ലിറ്ററേച്ചർ റിവ്യൂ ഒക്കെ ആവശ്യമുണ്ട് ഒരു തീസിസിന് വേണ്ടി. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ഇത്രയും കണക്ട് ചെയ്തിട്ടുള്ള ലിറ്ററേച്ചർ ആയിരിക്കും നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. ഇനി ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യുമ്പോൾ ഇവിടെ വേറൊരു കോൺസെപ്റ്റ് ഉണ്ട്. നമുക്ക് രണ്ട് രീതിയിൽ ലിറ്ററേച്ചർ റിവ്യൂ പ്രസന്റ് ചെയ്യാം കേട്ടോ. ഒന്നെങ്കിൽ ഇയർ വൈസിൽ പ്രസന്റ് ചെയ്യാം, അതായത് 90-ൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റഡി ആണെങ്കിൽ 92-ൽ പഠനം നടന്നിട്ടുണ്ട്, അത് പ്രസന്റ് ചെയ്യാം. 95-ലെ പഠനം, അങ്ങനെ 2025 വരെയുള്ള പഠനം പ്രസന്റ് ചെയ്യാം. രണ്ട്, നമുക്ക് വേരിയബിൾ ബേസിൽ എന്ത് ചെയ്യാം, പ്രസന്റ് ചെയ്യാം. ഉദാഹരണം പറഞ്ഞാൽ ഡെസ്റ്റിനേഷൻ ലോയൽറ്റിക്കകത്തുള്ള വേരിയബിൾ ഏതൊക്കെയാണോ ആ വേരിയബിളിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രസന്റേഷൻ ഉണ്ട്. ഇങ്ങനെ രണ്ട് രീതിയിൽ ചെയ്യാം കേട്ടോ. വേരിയബിൾ അല്ലെങ്കിൽ കൺസ്ട്രക്റ്റിനെ ബേസ് ചെയ്തിട്ടും നമുക്ക് ലിറ്ററേച്ചർ റിവ്യൂ നടത്താൻ പറ്റും, ഇയറിനെ ബേസ് ചെയ്തിട്ടും നമുക്ക് പ്രസന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇൻക്ലൂഷൻ ക്രൈറ്റീരിയ. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഒരു ജേർണൽ സ്കോപ്പസർ ആണ്, വെബ് ഓഫ് സയൻസ് ആണ്. ഈ ABDC ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. അതായത് ഈ ബിസിനസ് മാനേജ്മെന്റ് എന്താണ് ജേർണലുകൾക്കുള്ള ഒരു റാങ്കിങ് ആണ് ABDC എന്ന് പറയുന്നത് കേട്ടോ. ABDC എന്ന് വെച്ചാൽ ബിസിനസ് മാനേജ്മെന്റ് പോലുള്ള ആർട്ടിക്കൾക്കൊക്കെ ഉള്ള എന്താണ് ഇൻഡെക്സേഷൻ അല്ലെങ്കിൽ അതിന്റെ റാങ്കിങ് ആണ് ABDC എന്ന് പറയുന്നത്. A സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി ജേർണൽ, A എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ജേർണൽ, അങ്ങനെ C വരെ റാങ്കിങ് കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഒരു ആർട്ടിക്കിൾ നിങ്ങൾ ഒരു ജേർണൽ നിങ്ങൾ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് അതിന് A സ്റ്റാർ ഉണ്ടെങ്കിൽ ഇത് ബെറ്റർ ആയിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? UGC കെയർ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, UGC അംഗീകരിക്കുന്ന എന്താണ് ജേർണലുകളിൽ ഉൾപ്പെടുന്ന ആർട്ടിക്കിൾ UGC എന്താണ് UGC കെയർ ലിസ്റ്റ് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ആർട്ടിക്കിൾ വേണം പബ്ലിഷ് ചെയ്യാൻ. അതാണ് UGC കെയർ ലിസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ സ്കോപ്പസും വെബ് ഓഫ് സയൻസും എല്ലാം എന്താണ് UGC കെയർ ലിസ്റ്റിൽ പെടുന്നതാണ്, UGC കെയർ ലിസ്റ്റിൽ പെടുന്നതാണ് കേട്ടോ. പക്ഷെ എന്താണ്, ഇതൊക്കെ ഇന്റർനാഷണൽ ജേർണലുകളുമാണ്, അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്.